ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ മന്നാസ് ഹെൽത്തി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് നമ്മൾ രണ്ട് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മഷ്റൂം പൊട്ടറ്റോ തോരനാണ്. അപ്പോൾ നമ്മുടെ തോരനൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഓർത്തിച്ചിരി തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് ഇച്ചിരി ലാർജ് സ്കെയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ. ലാർജ് സ്കെയിൽ 2-3 ദിവസം പോകത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ തോരൻ വെക്കാൻ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് കിനുവയുടെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. നാളെ ജോലിയുണ്ട്. അപ്പം നമ്മൾ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് കിനുവയുടെ ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി ഇച്ചിരി ഇഞ്ചി, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റുകയാണ്. അപ്പോൾ നമ്മുടെ മഷ്റൂമും പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. മഷ്റൂം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് ഇച്ചിരി വലിയ മഷ്റൂമാണ്, കോസ്കോയിലെ മഷ്റൂമാണ്, നല്ല മഷ്റൂമാണ്. അപ്പം പൊട്ടറ്റോയും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, മഷ്റൂമിൻ്റെ വെള്ളം ഇറങ്ങി പൊട്ടറ്റോ ഒക്കെ വീഴും. അപ്പോൾ നമുക്ക് സ്ലോ ഫയറിൽ വെക്കാം. എല്ലാം ഒന്ന് ഇളക്കി ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞളിടണം, ഉപ്പിടണം, പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള ജീരകം, വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇടണം. എന്നിട്ട് നമുക്ക് സ്ലോ ഫയറിലൊന്ന് വെക്കാം. മഞ്ഞളിട്ട് വെളുത്തുള്ളിയും ജീരകം എല്ലാം ചതച്ചിട്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊക്കെ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ടാൽ മതി. എന്തായാലും നമ്മുടെ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ ചട്ടി നിറയെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ചായി. അപ്പം വെള്ളമെല്ലാം ഇറങ്ങി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഞാൻ ഈ ഗ്രേറ്റഡ് കോക്കനട്ട് ഡ്രൈഡ് വണ്ണാണ് ഉപയോഗിക്കുന്നത്, തേങ്ങാപ്പീര ഉണങ്ങിയത്. ഞാൻ തേങ്ങ വളരെ കുറവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ തോരനൊക്കെ ഞാൻ എപ്പോഴും തന്നെ ഡ്രൈഡ് വണ്ണാണ് ഇടുന്നത്. അത് ചിലപ്പം ഫ്രഷ് വൺ ഇല്ലാത്തത് കൊണ്ടുമാണ്. ഫ്രഷ് ഇട്ടാൽ അതിലും ടേസ്റ്റൊക്കെ ആയിരിക്കും, പക്ഷേ അതില്ലാത്തത് കൊണ്ടും കൂടെ ആയിരിക്കും. എന്നാലും ചിലപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിടും. എന്നാലും ഞാൻ തോരനൊക്കെ ഈ ഡ്രൈഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിടുമ്പോൾ തോരനൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് നല്ല തോരന് നല്ല അതിനകത്തിൽ കാണാൻ പറ്റും തേങ്ങ അതുപോലെ കിടക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ തോരൻ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്മാവും കൂടെ ഉണ്ടാക്കാം. ഒത്തിരി പരിപാടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്മാവിലേക്കും കൂടെ തുടങ്ങാം. വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇനിയും നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഉള്ളി, ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി, ഇഞ്ചി എല്ലാം വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ശകലം ഓൾ ചില്ലി, നമ്മുടെ ഈ ഓൾ ചില്ലി അതും എല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഉപ്മാവിനകത്തിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വെജിറ്റബിളാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം, കോണാണെങ്കിൽ അത് ചേർക്കാം, പിന്നെ നട്ട്സൊക്കെ ആണെങ്കിൽ അത് ചേർക്കാം. അപ്പം ഞാൻ ഇച്ചിരി ക്രാൻബെറിയുടെ ഡ്രൈഡ് ക്രാൻബെറി ഇച്ചിരി ചേർക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടി. ഇതെല്ലാം റെഡിയായി വന്ന് ഇനി നമുക്ക് കിനുവ ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട്. അപ്പോൾ കിനുവ ചേർത്തു കേട്ടോ. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത്, നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു കിനുവ ബോയിൽ ചെയ്തപ്പോൾ, അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡിയായി. കിനുവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഹൈ പ്ലാന്റ് പ്രോട്ടീനാണ്. കഴിക്കുന്നത് നല്ലതാണ്, ഒത്തിരി ഫൈബറൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കിത് കഞ്ഞി ഉണ്ടാക്കിയോ ഉപ്മാവ് ഉണ്ടാക്കിയോ ഇനിയും ചോറ് പോലെ ഉണ്ടാക്കി കറികളുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കുക, എങ്ങനെ വേണേലും കഴിക്കാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് എൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഞാനിതൊന്ന് ബോയിൽ ചെയ്ത് ഊറ്റിക്കളയുന്നത് കൊണ്ട് അത്രയും വലിയ ഇങ്ങനെ ഇതായിട്ടിരിക്കത്തില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കുക്കിംഗ് എല്ലാം ഇന്നത്തെ ഇവിടെ പെട്ടെന്ന് കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് 2-3 ദിവസം ടിഫിൻ കൊണ്ടുപോകാനുള്ള കിനുവ ആയി. നമ്മൾ രാവിലെ ടിഫിനകത്ത് എടുത്തുകൊണ്ട് പോയാൽ മതി. കറി കൂട്ടി കഴിക്കാം, അല്ലാതെ കഴിക്കാം. പിന്നെ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡിയായി. മഷ്റൂം വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായ തോരനുമായി. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിനകത്തിൽ കുറച്ച് ഫുഡൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം ചോറ് വേണ്ടിയവർക്ക് ചോറ് കഴിക്കാൻ, ചപ്പാത്തി വേണ്ടിയവർക്കാണെങ്കിൽ തോരനോ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചപ്പാത്തി കഴിക്കാൻ അതിനാണ് തോരൻ വെച്ച് വെക്കുന്നത്. പിന്നെ ആർക്കെന്ത് വേണമെങ്കിലും കഴിക്കാം. അതുകൊണ്ടാണ് പല ഐറ്റങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കും. അപ്പം ചില ദിവസം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളാരെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെ കിനുവയും കൊണ്ട്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിന് വേറെ എന്തെങ്കിലും രീതി ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ അതും സന്തോഷമായിരിക്കും കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.